തോളിലേറ്റി കൊണ്ടുവരുന്ന ആസുര പടയാളികളെ ശൂലത്തിൽ കോർത്ത് യമപുരി കയപ്പിച്ച് ദാരിക പടയാളികളുടെ ശരീരം ദേവിയുടെ വാഹനമായ വേതാളിയേക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്നു. തന്റെ ജീവൻ മടക്കി നൽകുവാൻ ദാരികന്റെ അനുചരന്മാരായ പടയാളികൾ ഇടയ്ക്കിടെ അസുരന്മാർക്ക് പുഷ്പം വൃഷ്ടി നടത്തിയും ദേവി മുന്നോട്ട് എഴുന്നള്ളുമ്പോൾ ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. തന്നെ പരിഹസിച്ച് നൃത്തം വെച്ച് വെല്ലുവിളിച്ച ദാരികൻ തന്റെ ഭക്തരുടെ രൂപത്തിൽ ഇവിടെ എങ്ങാനും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവി ഭക്തരുടെ അടുക്കൽ ഓരോ ഭക്തന്റെ അടുക്കലെയും എഴുന്നള്ളി ദാരികനെ തിരയും. തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള പടയാളികളെ ദാരികൻ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ആസുര പടയാളിയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന ദേവിയുടെ ഭൂതഗണങ്ങൾ ആർപ്പ് വിളിച്ച് അട്ടഹസിച്ച് തന്റെ മുമ്പിൽ നൃത്തം വെച്ച ആസുര പടയാളികളുടെ സമീപത്ത് ദേവി എഴുന്നള്ളി ദാരികനെ ദാരിക പടയാളികളെ പാതാള ലോകത്തിൽ ചവിട്ടിത്താഴ്ത്തി ഇവന്റെ ശരീരം തന്റെ വാഹനമായ വേതാളിയേക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ ആജ്ഞാപിക്കുന്നു. കൊണ്ടുപോ, വേതാളിക അവന്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് ഒരിക്കലും ഇറങ്ങാത്ത അവളുടെ വിശപ്പ് മാറ്റിക്കൊള്ളട്ടെ. ദേവി തന്റെ പരിചാരകരോട് ആജ്ഞാപിക്കുന്നു. എന്തുകൊണ്ട് തന്റെ ശരീരം തളരുന്ന അവസ്ഥ ഉണ്ടായി എന്ന് ദാരികനും സേനാധിപനും പരസ്പരം ചർച്ച ചെയ്യുന്നു. പതിനായി മതിച്ച ആനയുടെ ബലമുള്ള തന്റെ ശരീരം ചേമ്പിൻ തണ്ടുപോലെ തളരുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള ആസുര പടയാളികളെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഭീരുവായ ദാരിക ചക്രവർത്തി അഞ്ചാമത്തെ യുദ്ധം നയിക്കുവാൻ താൻ രണഭൂമിയിൽ എഴുന്നള്ളിയിട്ടും ഈ മായാവിയായ ദാരികൻ എവിടെയാണ് മറഞ്ഞിരിപ്പുള്ളത് എന്ന് തിരിച്ചറിയുവാൻ ദേവി രണഭൂമിയുടെ എല്ലാ ദിക്കിലും എഴുന്നള്ളി ദാരികനെ തിരയുന്നു. തെക്ക് ദിക്കിൽ നീലാകാശത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ പരുന്നിന്റെ സാന്നിധ്യം വീണ്ടും വൈകുണ്ഠനാഥൻ ദേവിക്ക് യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ഈ രണഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തൃശൂലം തൃക്കൈയിലേന്തി ഓരോ ഭക്തന്റെയും അടുക്കൽ എഴുന്നള്ളി തന്റെ ഭക്തരുടെ രൂപത്തിൽ ദാരികൻ മായയായി മറഞ്ഞിരിപ്പുണ്ടോ എന്ന് തർക്കം പാർക്കുന്ന ദേവിയുടെ ദിവ്യരൂപം രണഭൂമിയുടെ തൊട്ടുമുകളിൽ നീലാകാശത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണ പരുന്നിന്റെ സാന്നിധ്യം 30 ദേവന്മാരെയും അണിനിരത്തി വൈകുണ്ഠനാഥൻ ഗരുഡ ഭഗവാന്റെ തോളിലേറി ഇവിടെ എഴുന്നള്ളുന്നു എന്നാണ് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം. ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടും ദേവിക്കുട്ട യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്തും സ്വർഗലോകം വീണ്ടെടുത്ത് ദേവന്മാർക്ക് മടക്കി നൽകണമെന്ന് ദേവിയോട് ഉപദേശിച്ചും വൈകുണ്ഠനാഥൻ ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ സംഹാരുദ്രയായ ശ്രീഭദ്ര തൃശൂലം തൃക്കൈയിലേന്തി ദാരികന്റെ കൊട്ടാരത്തിൽ എഴുന്നള്ളി തന്റെ ഭക്തരുടെ രൂപത്തിൽ
തന്റെ ഉപാസകന്റെ രൂപത്തിൽ ദാരികൻ ഇവിടെ എങ്ങാനും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവതൃക്കൻ പാർക്കുന്നു. ദാരികന്റെ പട്ടണം ഒന്നൊന്നായി അടിച്ചു തകർത്ത് ദാരികന്റെ സിംഹാസനം തച്ചുടച്ച് തടവിലാക്കിയിരിക്കുന്ന ദേവിയുടെ ഭൂതഗണങ്ങളെ തടവിൽ നിന്ന് മോചിപ്പിച്ച് ആസുര പടയാളികളുടെ ശിരസിലെ മുടികൾ ഛേദിച്ചെടുത്ത് സുരത്തിൽ കോർത്ത് സംഹാരുദ്രയായ ഇടിവീഴുന്നവളാദേവി അഞ്ചാമത്തെ യുദ്ധം നയിക്കുവാൻ പടിഞ്ഞാറേക്കിൽ എഴുന്നള്ളപ്പോൾ ദേവിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ശക്തനല്ലാതെ ദാരികൻ മായയായി മറിഞ്ഞ് എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. തന്റെ ഭക്തരുടെ രൂപത്തിൽ, വൃദ്ധന്റെ രൂപത്തിൽ, വൃദ്ധയുടെ രൂപത്തിൽ, യുവാവിന്റെ രൂപത്തിൽ, യുവതിയുടെ രൂപത്തിൽ, ബാലന്റെ രൂപത്തിൽ, ബാലികയുടെ രൂപത്തിൽ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ മായാവിയായ ദാരികൻ ഈ പടിഞ്ഞാറ് ദിക്കിലെങ്ങാനും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് ദേവി സംഹാരുദ്രയായി എഴുന്നള്ളി ദാരികനെ തിരയുന്നു. വാ, എന്റെ കാൽച്ചുവട്ടിൽ വാ. എന്നെ വെല്ലുവിളിച്ചവനല്ലേ നീ? കാൽച്ചുവട്ടിൽ വന്നാൽ എന്റെ മാറും മൂക്കും ഛേദിച്ച് എന്നെ വിരൂപയാക്കുമെന്ന് പറഞ്ഞ നീ എവിടെയാണ് വിളിച്ചിരിക്കുന്നത്? ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവിക്ക് കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തൃശൂലം ഉയർത്തിക്കാട്ടി ദാരികന്റെ മാറിൽ കുത്തിയിറക്കുവാൻ തക്ക കോപത്തോടെ പടിഞ്ഞാറ് ദിക്കിൽ നിന്നും കിഴക്ക് ദിക്കിലേക്ക് എഴുന്നള്ളുന്ന ദേവിയുടെ വിശ്വരൂപം തലമുടിയായി നാഗങ്ങളെ വാരിച്ചുറ്റി 4 വീരപ്പല്ലുകൾ വെളിയിൽ കാട്ടി നാവും നീട്ടി മഹാദേവന്റെ 3ാം തൃക്കൺ ഭോജാതയായ ശ്രീഭദ്രകാളി ദേവി ദാരികന്റെ മുന്നിൽ പ്രത്യക്ഷയായി ദാരികന്റെ മന്ത്രവാളുമായി ദേവി നേർക്കുനേർ വീണ്ടും യുദ്ധം ചെയ്തപ്പോ ദേവിയുടെ തൃശൂലത്തിനെ പ്രതിരോധിക്കുവാൻ ദാരികന്റെ മന്ത്രവാളിന് ശക്തിയില്ലാതെ ദാരികന്റെ കയ്യിൽ നിന്നും മന്ത്രവാൾ ഭൂമിയിൽ പതിക്കുന്നു. ദേവി താണ്ഡവ നൃത്തമാടി കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് എഴുന്നള്ളുമ്പോൾ ദേവിയുടെ നൃത്തത്തെ പരിഹസിക്കുവാൻ ദാരികനോ പരിവാരങ്ങളോ ഇപ്പോൾ തയ്യാറാകുന്നില്ല. വാർദ്ധിത വീരത്തോടെ ദേവിയെ പരിഹസിച്ച് വെല്ലുവിളിച്ച ആസുര പോരാളികളെ തടവിലാക്കി ദേവിയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുവാൻ ദേവി തന്റെ ഭൂതകളോട് ആജ്ഞാപിക്കുന്നു. കൊണ്ടുവാ, എന്നെ പരിഹസിച്ച് നൃത്തം വെച്ച് അവനെ എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്ക്. ഇവനെ യമപുരിക്ക് ഞാൻ അയക്കട്ടെ. തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള ആസുരന്മാരെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞപ്പോൾ ദേവിയുടെ തൃശൂലത്തെ ദാരികൻ തന്റെ പരിച കൊണ്ട് പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നു. ഭൂമിയിൽ പതിച്ച പരിചയെ പിടിച്ചു വാങ്ങി ദേവി തന്റെ കാൽച്ചുവട്ടിൽ വന്ന് വിശ്രമിക്കുന്ന, ജീവന് വേണ്ടി യാചിക്കുന്ന ആസുര പടയാളിയെ ഒന്നൊന്നായി യമപുരിക്ക് അയക്കുവാൻ വെമ്പൽ കൊണ്ട് എഴുന്നള്ളുന്ന കാഴ്ച. ദാരികന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ പരിചയും കയ്യിലേന്തി ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച അസുരനെ ദേവിയുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചപ്പോൾ തൃശൂലം ആസുരന്റെ വീരന്മാരിൽ കുത്തിയിറക്കി പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തി ഈ ശിരസും ഇവന്റെ ശരീരവും വേതാളേക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുവാൻ ദേവി തന്റെ ഭൂതകളോട് ആജ്ഞാപിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. ശ്രീമതി ബിന്ദു കൂടെ വന്ന സുഹു ഈ പരിസരത്തുണ്ടെങ്കിൽ നമ്മുടെ മണ്ഡപത്തിൽ എത്തിച്ചേരുവാൻ അറിയിക്കുന്നു.
സുഖമില്ലാതെ സുഖു അവിടെ കിടക്കുന്നതായി അറിയിക്കുന്നു. ബിന്ദു പരിസരത്തുണ്ടെങ്കിൽ മണ്ഡപത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരണമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിക്കുക. പ്രത്യേക അറിയിപ്പ്: പുലിയൂർക്കോണത്ത് നിന്ന് വന്ന സുഖുവിൻ്റെ ഭാര്യ ബിന്ദു പരിസരത്തുണ്ടെങ്കിൽ ക്ഷേത്ര മണ്ഡപത്തിൽ എത്തിച്ചേരുവാൻ അറിയിക്കുന്നു. സംഹാരരുദ്ര സ്വരൂപം ധരിച്ച് ഈ ദാരികൻ എവിടെയാണ് മറഞ്ഞിരിപ്പുള്ളത് എന്ന് ദേവി തന്റെ ഭക്തരോടും തന്റെ അനുയായികളോടും ചോദിക്കുന്നു. കൊണ്ടുവാ, അവനെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവാ. അവന്റെ ശിരസ് ഛേദിച്ച് കൈലാസനാഥന് കാണിക്കയായി എനിക്ക് സമർപ്പിക്കണം. ഈ തൃശൂലം അവന്റെ മാറിൽ കുത്തിയിറക്കി മാറ് വലിച്ചു വളർന്ന് അവന്റെ കുടൽമാല എടുത്ത് എന്റെ കഴുത്തിൽ ചാർത്തണം. അവന്റെ ചുടുചോര എനിക്ക് പാനം ചെയ്യണം. എന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച് നൃത്തം വെച്ച ഈ അസുരൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ദേവി തന്റെ ഭൂതകളോട് ആജ്ഞാപിക്കുന്നു. പിടിച്ചുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന് എന്റെ കാൽച്ചുവട്ടിൽ വെക്കുക. ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. എവിടെ പോയി ഒളിച്ചാലും തെരഞ്ഞു പിടിച്ച് യവന്മാർ യമപുരിക്ക് അയക്കും. ശ്രീ പരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവി തന്റെ തൃശൂലം ഉയർത്തി ദാരിക പടയാളികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് നേരം പുലരുവോളം തന്നെ പരിഹസിച്ച് വെല്ലുവിളിച്ച് നൃത്തം വെച്ച് തന്റെ കാൽച്ചുവട്ടിൽ വരുവാൻ ആജ്ഞാപിച്ച പരിചാരകന്മാരാണ് ഈ ദാരികനെ അഹമ്പടി സേവിച്ച് കഴിഞ്ഞ 4 യുദ്ധത്തിലും തന്റെ മുമ്പിൽ വന്ന് നൃത്തം വെച്ച് എന്റെ കോപത്തെ യാളിക്കത്തിക്കുവാൻ ശ്രമിച്ചത്. എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ഈ അസുരന്മാരെ തേടി രണഭൂമിയിൽ ഞാൻ എഴുന്നള്ളുന്നത് ഇവൻ കാണുന്നില്ലേ? തന്റെ വാദ്യഘോഷങ്ങൾ ഈ അസുരന്മാർ ശ്രവിക്കുന്നില്ലേ? തന്നെ വെല്ലുവിളിച്ച് നൃത്തം വെച്ച അസുര പടയാളികളെ ഒന്നൊന്നായി ബന്ധനസ്ഥനാക്കി തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരുവാൻ ദേവി തന്റെ ഭൂതഗണങ്ങളോട് ആജ്ഞാപിക്കുന്നു. നാരിയുടെ കൈകൾ കൊണ്ട് മരിക്കാതിരിക്കുവാൻ തനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും ആവശ്യമില്ല എന്ന് ബ്രഹ്മദേവനോട് അഹങ്കാരത്തോടെ മൊഴിഞ്ഞ ദാരികൻ തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള അസുരന്മാരെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിഞ്ഞ് തന്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ദാരികനെ അന്വേഷിച്ചു തന്ന ശ്രീഭദ്രയുടെ മുമ്പിൽ ദാരികൻ തന്റെ പടയാളികളെ വലിച്ചെറിഞ്ഞ് ദേവിയുടെ വിജയത്തിനായി ആർക്കോ വിളിച്ച് അഹമ്പടി സേവിക്കുന്ന ദേവിയുടെ ഭൂതഗണങ്ങൾ തൃശൂലം തൃക്കൈലേന്തി ദാരിക പടയാളികളെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളുന്ന ഇടി വീഴുന്ന ശ്രീഭദ്രയുടെ വിശ്വരൂപം ദേവിയുടെ ഉപാസകന്മാർ ദേവി വിജയത്തിനായി ദേവിയോടൊപ്പം നൃത്തം വെച്ച് ദേവിക്ക് അഹമ്പടി സേവിക്കുമ്പോൾ ദാരികൻ ഭീതിയോടുകൂടി ദേവിയെ നോക്കി നിൽക്കുന്നു. തനിക്ക് പകരം തന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള അസുരന്മാരെ ദേവിയുടെ മുമ്പിൽ വലിച്ചെറിയുവാൻ ശ്രമിക്കുന്ന ഭീരുവായ അസുര ചക്രവർത്തി ദേവി തന്റെ തൃശൂലം ഉയർത്തിക്കാട്ടി ആസുര പടയാളികളെ ഒന്നൊന്നായി യമപുരിക്കയക്കുവാൻ തക്ക കോപത്തോടെ എഴുന്നള്ളുമ്പോൾ ദാരികനും പരിവാരങ്ങളും രണഭൂമിയിൽ നിന്ന് മായയായി മറഞ്ഞ് ഭീതിയോടെ ദേവിയെ നോക്കി നിൽക്കുന്നു. എന്റെ കാൽ ചുവട്ടിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്യൂ ദാരിക. എന്റെ വിശ്വരൂപം ഞാൻ നിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നീ എന്നെ പരിഹസിച്ച് നൃത്തം വയ്ക്കില്ലായിരുന്നു.
ശ്രീപരമേശ്വര പുത്രിയായ ശ്രീഭദ്രയാണ് ഞാൻ. ദേവിക്ക് തന്റെ കോപം അടക്കുവാൻ സാധിക്കുന്നില്ല. തൃശൂലം തൃക്കൈലേന്തി ഭൂമിദേവിയുടെ വിരുമാറിൽ അമർത്തി ചവിട്ടിയ തൃപ്പാദങ്ങളോടെ കിഴക്ക് ദിക്കിൽ നിന്നും പടിഞ്ഞാറ് ദിക്കിലേക്ക് ശ്രീഭദ്ര എഴുന്നള്ളുമ്പോ ദാരികൻ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ പടിഞ്ഞാറ് ദിക്കിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയെ ഭീതിയോടെ നോക്കി നിൽക്കുന്നു. ദേവിയുടെ ഭൂതഗണങ്ങൾ ആസുരന്മാരെ പോരിന് വിളിച്ചപ്പോഴും ആസുരന്മാർ ഭയം കൊണ്ട് രണഭൂമിയിൽ നിന്നും ഓടി ഒളിക്കുവാൻ ശ്രമിച്ചപ്പോഴും ദേവി തന്റെ തൃശൂലം ദാരികന്റെ നേരെ ചുഴറ്റിയെറിഞ്ഞ് തന്റെ കോപം പ്രകടമാക്കി അഞ്ചാമത്തെ യുദ്ധം അവസാനിപ്പിച്ച് ദേവി തന്റെ വാഹനമായ വേതാളിയുടെ കണ്ടത്തിൽ അമർന്നിരിക്കുവാൻ എഴുന്നള്ളുന്ന കാഴ്ച. ദേവിയുടെ വാഹനമായ വേതാളിക തന്റെ ദേവി തനിക്ക് ഒരുക്കി തന്ന മിഷ്ടാന്ന ഭോജനം ഭുജിച്ച് പർണിൻ ചുവട്ടിൽ നാവും നീട്ടി സന്തുഷ്ടയായി കാത്തിരിക്കുന്നു. ഒരിക്കലും മടങ്ങാത്ത വിശപ്പും ദാഹവും മാറ്റി തന്നാൽ ഞാൻ ദേവിയുടെ വാഹനമായി ഇരുന്നു കൊള്ളാമെന്ന് വാക്കുകൊടുത്ത വേതാളിക ദേവി ഒരുക്കി കൊടുത്ത അസുരയുടെ രക്തവും മാംസവും ഭക്ഷിച്ച്